കണ്ണൂരിന് മേയറായി. കോൺഗ്രസിന്റെ വനിതാ നേതാവ് പി ഇന്ദിര കണ്ണൂരിന്റെ തട്ടകം കാക്കാനെത്തുമ്പോൾ അത് കെ സുധാകരൻ എന്ന കണ്ണൂർ അധികായന്റെ വിജയം കൂടിയാണ്. മേയർ ആരാകും എന്നതിനൊപ്പം തന്നെ എത്ര വേഗം അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളില്ലാതെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിജയം. അതാണ് കണ്ണൂരിൽ കണ്ടത്. എളുപ്പം പിടിച്ചെടുക്കാൻ കഴിയാറുണ്ടെങ്കിലും എളുപ്പം മേയറെ കണ്ടെത്താൻ കഴിയാറില്ല കണ്ണൂരിൽ. കാരണം നേതാക്കളുടെ ബാഹുല്യവും എല്ലാ നേതാക്കളും കെ സുധാകരന്റെ പിന്നിൽ തന്നെ നിൽക്കുന്നവരാണെന്നുള്ളതാണ്. എന്നാൽ വനിതാ മേയർ ആയതോടെ അത്ര ബലം പിടിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും ഏകദേശ തീരുമാനം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ അറിയിക്കുന്നത്. നമുക്കറിയാം, മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ടായിരുന്നത് പി ഇന്ദിരയും ശ്രീജ മഠത്തിലുമായിരുന്നു. രണ്ടുപേരും തീപ്പൊരി വനിതാ നേതാക്കൾ തന്നെയാണ്. കടുത്ത പോരാട്ടത്തിലൂടെയാണ് ഇരുവരും വിജയക്കൊടി നാട്ടിയത്. നിലവിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറാണ് ഇന്ദിര. എന്നാൽ ശ്രീജ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാണ്. രണ്ടുപേരെയും അവഗണിക്കാൻ കഴിയുന്നവരല്ലെങ്കിലും പാർലമെന്ററി രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനത്തിലും കഴിവ് തെളിയിച്ചവർ. അങ്ങനെ തന്നെ തലക്കളം ഇരുന്നോട്ടെ എന്നായിരിക്കാം പാർട്ടിയുടെ തീരുമാനം. പയ്യാമ്പലത്ത് നിന്ന് 49 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇന്ദിരയുടെ ജയം. കണ്ണൂർ നഗരസഭയായിരുന്നപ്പോൾ മുതൽ കൗൺസിലറായ പ്രവർത്തന പരിചയമാണ് ഇന്ദിരയ്ക്കുണ്ടായിരുന്ന മുൻതൂക്കം. അതുപോലെ തന്നെ മുണ്ടയാട് വാർഡിൽ നിന്ന് 38 വോട്ടിന് ജയിച്ച ശ്രീജ ആദ്യമായാണ് ജനപ്രതിനിധി ആകുന്നത് എന്നുള്ളത് ഇന്ദിരയ്ക്ക് മുൻതൂക്കം നൽകി എന്നുള്ളതാണ് സത്യം. ഏതായാലും CPM-ന്റെയും പിണറായി വിജയന്റെയും തട്ടകം എന്ന് എല്ലാവരും പറയുന്ന കണ്ണൂരിൽ ആകെയുള്ള 56-ൽ 35 സീറ്റുകൾ പൊരുതി നേടിയിട്ടാണ് UDF ഭരണം പിടിച്ചത്. ഒരു വെല്ലുവിളിയുമില്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ മുന്നണിയെ വെറും 15 സീറ്റിൽ ഒതുക്കിയാണ് UDF-ന്റെയും കെ സുധാകരന്റെയും കണ്ണൂരിലെ തേരോട്ടം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അസ്വാരസ്യങ്ങളില്ലാതെ മേയർ എത്തുന്നതോടെ അതൊരു വിജയം തന്നെയാണ്.